ഹായ് ഫ്രണ്ട്സ്, കേശൂസ് ഗാർഡനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു വെറൈറ്റി പരിചയപ്പെടുത്തലല്ല, ജസ്റ്റ് ഒരു സെയിൽ വീഡിയോ പോലെ ചെയ്യാനാണ്. തമോൻ്റെ ട്യൂബേഴ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. വലിയ ഫ്ലവർ കിട്ടുന്ന വെറൈറ്റീസ് കുറേ പേര് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് അങ്ങനെ നമുക്ക് വലിയ സ്പേസ് കൊടുക്കുന്നതനുസരിച്ച് വലിയ ഫ്ലവർ കിട്ടുന്ന നല്ലൊരു വെറൈറ്റിയാണ് തമോ. അപ്പോൾ തമോൻ്റെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ വലിയ പോണ്ടിൽ സെറ്റ് ചെയ്യാനും വലിയ ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്കും ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് തമോ. അപ്പോൾ തമോൻ്റെ ട്യൂബേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. തമോൻ്റെ ഫ്ലവേഴ്സ് നല്ല വലിപ്പമുള്ള ഫ്ലവേഴ്സാണ്. നമ്മൾ വലിയ ലീഫുമായിരിക്കും, വലിയ പെറ്റൽസുമായിരിക്കും. ഉള്ളിൽ നല്ല തിക്കായിട്ടുള്ള പെറ്റൽസ് ഉണ്ടാവും. കൂടുതൽ ദിവസം നിൽക്കും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. ഫ്ലവേഴ്സ് നമ്മൾ ഇതളുകൾ കൊഴിയാതെ തന്നെ, പൂ കരിഞ്ഞാലും ഇതളുകൾ കൊഴിയാതെ തന്നെ നിൽക്കുന്നുള്ള തമോൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ആദ്യത്തെ കുറച്ച് ഇതളുകളാണ് ഇങ്ങനെ നല്ല വലിപ്പമുള്ള ഇതളുകൾ വരുന്നത്. പിന്നെ ഉള്ളിൽ ചെറിയ ചെറിയ ഇതളുകളാണ്. അത് നല്ല കട്ടിയുള്ള കുഞ്ഞ് ഇതളുകളാണ്. നല്ല ഭംഗിയിൽ ആണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. ഇതളിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഒരു ലെയർ ഒന്ന് വിടർത്തി കൊടുത്തുമ്പോൾ തന്നെ അവർ വിരിയാൻ റെഡിയായി നിൽക്കണേണ്. ഉള്ളിലത്തെ ഭാഗം പെറ്റലോയിഡ്സും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ തമോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും, തമോൻ്റെ ട്യൂബേഴ്സ് നേരത്തെ കുറേ പേര് ചോദിച്ചിരുന്നു. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ട്യൂബേഴ്സ് അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പോൾ ട്യൂബേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാരെല്ലാവരും അറിയിക്കണം, കോണ്ടാക്ട് ചെയ്യണം. അഖിലയുടെ ട്യൂബേഴ്സും നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അഖില റിപ്പോർട്ട് ചെയ്തതിന് ശേഷം പൂർവാധികം ശക്തിയോടുകൂടി കുറേ മുട്ടുകൾ വന്നിട്ടുണ്ട്. അഖില പൂത്ത് കഴിഞ്ഞ് ഡോർമെൻ്റ് ആയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. പിന്നീട് പൂക്കൾ പെട്ടെന്ന് കാണാത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് വന്ന ഓരോ സ്റ്റാൻഡിങ് ലീഫിനും ബഡോട് കൂടിയാണ് അഖില വന്നത്. അപ്പം അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. നമ്മുടെ മൊസൈക്ക് രോഗം പതുക്കെ മാറി വന്നുള്ളൂ. എല്ലാത്തിൽ നിന്നും അങ്ങനെ വിട്ട് മാറിയിട്ടില്ല. ചില പ്ലാന്റിന് ഇപ്പോഴും ഉണ്ട്, എന്നാലും മുട്ടുകൾ നന്നായിട്ട് വന്നുണ്ട്. സ്റ്റാൻഡിങ് ലീഫിന് എല്ലാത്തിനും മുട്ടുകളുണ്ട്. ഇത് നമ്മൾ റണ്ണർ നട്ടുണ്ടായതാണ്. ഇതിപ്പോൾ സെക്കൻഡ് ഫ്ലവറാണ്. ഇന്നലെ വിരിയിക്കണമായിരുന്നു. ഓപ്പൺ ഹോൾ വന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞു. നല്ല വലിയ ഫ്ലവറാണ് കേട്ടോ. രണ്ടാമത്തെ ഫ്ലവറാണ്. റണ്ണർ നടാൻ ഒരുപാട് പേർക്ക് പേടി എന്ന് പറയുന്നുണ്ട്. റണ്ണർ നട്ടാൽ പിടിച്ച് കിട്ടുമോ എന്നുള്ള പേടിയുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ റണ്ണറാണ് എപ്പോഴും നമുക്ക് ട്യൂബറിനേക്കാളും സ്പീഡിൽ പെട്ടെന്ന് പിടിച്ച് പൂക്കൾ ഉണ്ടാവാൻ നല്ലത് റണ്ണറാണ്. നോക്കിയില്ലതെ നല്ല ഭംഗിയുണ്ട്. സെക്കൻഡ് ഫ്ലവറായിട്ട് പോലും നല്ല വലിപ്പമുള്ള ഫ്ലവറാണ്. ഇത് നമ്മുടെ ഡ്രോപ്പ് ബ്ലഡ് ആണ് കേട്ടോ. ഡ്രോപ്പ് ബ്ലഡ് ഇതിൻ്റെ ട്യൂബേഴ്സും നമ്മുടെ കയ്യിൽ ഇപ്പം ഉണ്ട്. ഡ്രോപ്പ് ബ്ലഡ് നല്ല ഡാർക്ക് കളറാണ്. നമ്മുടെ സീഡ് പോഡിൻ്റെ ചുറ്റിനുള്ള ഭാഗം ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരാറില്ല കേട്ടോ. പക്ഷേ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇത് വൈറ്റ് പിയോണിയുടെ ബഡാണ്. നല്ല വലിയ ബഡ് വന്നിട്ടുണ്ട്. വൈറ്റ് പിയോണിൻ്റെ ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. വൈറ്റ് പിയോണിയും പെട്ടെന്ന് ഫ്ലവർ തന്നെ വെറൈറ്റിയാണ്. മൊട്ട് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് മൊട്ട് തന്നെ ഒരു വെറൈറ്റിയാണ്. നമ്മുടെ ടബിന് ചുറ്റിനും റണ്ണർ ഓടി തുടങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ ബഡുകൾ വന്നുകൊണ്ടേയിരിക്കും. വളരെ നല്ല വെറൈറ്റിയാണ്. എപ്പോഴും ഫ്ലവർ കാണാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ്. വൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും സെലക്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ്. പിങ്ക് ക്ലൗഡിൻ്റെയും ട്യൂബേഴ്സും നമ്മുടെ അടുത്ത് കണ്ടിട്ട് ആ പിങ്ക് ക്ലൗഡും നല്ലൊരു നന്നായിട്ട് ഫ്ലവർ തന്നെ നല്ലൊരു വെറൈറ്റിയാണ്. ഫ്രിഡ്ജ് ബോക്സിൽ വെച്ചേക്കുന്ന കമേലിയാണ്. നോക്കി നല്ല വലിയ ഫ്ലവർ. ഇത്രയും വലിയ ഫ്ലവർ കമേലിയുടെ എനിക്ക് വിരിയണത് ആദ്യമായിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ചെറിയ ഫ്ലവേഴ്സാണ് ഉണ്ടാവാറ്. നമ്മൾ ടബിൽ വെക്കുമ്പോഴൊക്കെ ചെറിയ ഫ്ലവേഴ്സാണ് ഉണ്ടാവാറ്. നമ്മുടെ ഒരു അഖിലയുടെയും കർണയുടെയൊക്കെ പൂവിൻ്റെ വലിപ്പം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വിരിഞ്ഞിട്ട് 2-3 ദിവസം ആയതുകൊണ്ടാണ് കേട്ടോ കളർ കുറച്ചൊന്ന് കുറവാണ്. പക്ഷേ പൂക്കൾക്ക് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ട്യൂബേഴ്സ് ആവശ്യമുള്ളവരെല്ലാവരും കോണ്ടാക്ട് ചെയ്യണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോ പിയോണി, വൈറ്റ് പിയോണി, താമോ, ബുച്ച, അമരി പിയോണി, റെഡ് പിയോണി, ഇത്രയും വെറൈറ്റികൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ വട്സേനയുടെയും അഖിലയുടെയൊക്കെ റണ്ണറും അവൈലബിൾ ആണ്. ആവശ്യം അനുസരിച്ച് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതുവരെ നമ്മൾക്ക് എല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നത്. ഇപ്പം നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. കേശൂസ് ഗാർഡനിലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.